ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇന്ത്യയെ വിരട്ടാൻ നോക്കിയ ട്രംപിനൊടുവിൽ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ പിന്തിരിയേണ്ടി വന്നിരിക്കുകയാണ്. 500% ടാക്സ് ഇട്ട് ഇന്ത്യയെ തകർക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപ് ഇന്ന് മോദിയെ വിളിച്ചത് തന്റെ ഏറ്റവും വലിയ സുഹൃത്തെന്നാണ്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ അമേരിക്ക എന്തിനാണിപ്പോൾ ഈ വമ്പൻ വ്യാപാര കരാറിൽ ഒപ്പിട്ടത്? ആരാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചകളിൽ ജയിച്ചത്? മോദി നടത്തിയ രഹസ്യ നീക്കം എന്തായിരുന്നു? ലോകം ഞെട്ടിയ വലിയ പ്രഖ്യാപനത്തിന്റെ ഉള്ളുകളികൾ ഇതാ. മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഇന്ത്യക്ക് മേൽ ഒരു താരിഫ് ബോംബ് പ്രയോഗിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% മുതൽ 500% വരെ നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അതിന് അദ്ദേഹം പറഞ്ഞ കാരണമാണ് വിചിത്രം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ഇത് യുക്രൈൻ യുദ്ധത്തിന് സഹായമാണ്. ഇന്ത്യയുടെ വ്യാപാര നെട്ടൽ ഒടിക്കാനായിരുന്നു വൈറ്റ് ഹൗസിന്റെ നീക്കം. ഇന്ത്യ ഒരു വശത്ത് റഷ്യയുമായും മറുവശത്ത് അമേരിക്കയുമായും എങ്ങനെയോ ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത പ്രഹരമുണ്ടായത്. എന്നാൽ ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന നയതന്ത്രത്തിന്റെ കരുത്ത് നമ്മൾ കണ്ടത്. മാസങ്ങൾ നീണ്ട നിശബ്ദമായ ചർച്ചകൾ. ഒടുവിൽ ട്രംപിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ച വാക്കുകൾ ശ്രദ്ധിക്കുക. മോദി എന്റെ സുഹൃത്ത്, അദ്ദേഹം തന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന നേതാവാണ്. ഈ കരാറിലൂടെ ഇന്ത്യ നേടിയത് എന്തൊക്കെയാണ്? ടാക്സ് കുറച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന 25% 18% അമേരിക്ക ഉടൻ കുറയ്ക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ ഇളവുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യയും ചില മേഖലകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. റഷ്യൻ എണ്ണ കുറയ്ക്കുന്നതിന് പകരമായി അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ ഊർജ്ജം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇത് കേവലം ഒരു വാങ്ങലല്ല, മറിച്ച് റഷ്യൻ എണ്ണയുടെ വിലപേശൽ ശേഷി ഇന്ത്യയുടെ കൈകളിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള കളിയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന കണക്കാണ്. $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങാൻ പോകുന്നു. കൽക്കരി, സാങ്കേതിക വിദ്യ, കൃഷി എന്നിങ്ങനെ സകല മേഖലകളിലും ഇന്ത്യ ഒരു വമ്പൻ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ട്രംപിന്റെ മനം മാറ്റം. ഇന്ത്യയെ പിണക്കിയാൽ അമേരിക്കയുടെ വമ്പൻ കമ്പനികൾക്ക് കച്ചവടം നഷ്ടപ്പെടുമെന്ന് ട്രംപിന് കൃത്യമായി അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ ട്രംപിനെ കൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ പറയിപ്പിക്കാൻ മോദിക്ക് സാധിച്ചു. പ്രധാനമന്ത്രി മോദി ഈ കരാറിനെ വിശേഷിപ്പിച്ചത് ചരിത്രപരമെന്നാണ്. എന്തുകൊണ്ട്? നമ്മുടെ കയറ്റുമതിക്കാർക്ക് ഇനി അമേരിക്കൻ വിപണിയിൽ കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം. മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് വരാൻ പോകുന്നു. 140 കോടി ജനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യ വെറുമൊരു വിപണിയല്ല, മറിച്ച് ലോകം ഭരിക്കാൻ പോകുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് ട്രംപ് പോലും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മോദിക്ക് മുന്നിൽ ട്രംപ് മുട്ടുമടക്കി എന്ന് പറയുന്നത് വെറുമൊരു അതിശയോക്തിയല്ല, ഇത് ആധുനിക ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. റഷ്യയുമായും അമേരിക്കയുമായും ഒരുപോലെ ബന്ധം നിലനിർത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ഈ ന്യൂ ഇന്ത്യ പോളിസിയെക്കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.